ചാരവൃത്തി ആരോപിച്ച് തടവിലിട്ടിരുന്ന രണ്ടുപേരെ റഷ്യയും എസ്റ്റോണിയയും പരസ്പരം കൈമാറി. ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന് മുകളിൽ വച്ചാണ് ഇരു രാജ്യങ്ങളും തടവിലിട്ടിരുന്നവരെ കൈമാറിയത്. റഷ്യയും എസ്തോണിയയും തമ്മിലുള്ള ശീതയുദ്ധം രൂക്ഷമാക്കിയ സംഭവവികാസങ്ങൾക്കൊടുവിലാണ് ചാരന്മാരെന്നാരോപിച്ച് തടവിലിട്ടിരുന്നവരെ ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറിയത്. റഷ്യൻ തടവിലായിരുന്ന എസ്തോണിയൻ സുരക്ഷാ ഓഫീസർ എസ്റ്റൻ കോവർ റഷ്യയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് എസ്തോണിയ 16 വർഷത്തെ തടവിന് ശിക്ഷിച്ച അലക്സി ഡ്രസൻ എന്നിവരെ അതിർത്തിയിലെ ഒരു പാലത്തിലെത്തിച്ച് വിട്ടയക്കുകയായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലുണ്ടായ കോവറുടെ അറസ്റ്റ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തർക്കത്തിന് കാരണമായിരുന്നു. കോവർ എസ്തോണിയൻ അതിർത്തിയിലായിരുന്നെന്ന വാദം തള്ളിയ റഷ്യ 5000 യൂറോ, തോക്കുൾപ്പെടെയുള്ള വെടിക്കോപ്പുകൾ, ചാരവൃത്തിക്കായുള്ള ഉപകരണങ്ങൾ എന്നിവ ഇയാളിൽ നിന്ന് കണ്ടെടുത്തതായി വ്യക്തമാക്കിയിരുന്നു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രഹസ്യങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് വിമാനത്താവളത്തിൽ വെച്ചാണ് എസ്തോണിയൻ ഉദ്യോഗസ്ഥനായിരുന്ന അലക്സി ഡ്രസിനെ 2012 പിടികൂടിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ കൈമാറ്റം. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.